ഇന്ന് മാർച്ച് 16 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഡേറ്റ് ഓർമ്മയുണ്ടോ? ഇതേ 16 തീയതിയാണ് നമ്മളൊരു ലഹരി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ 14 ജില്ലകളിലും ഒരു യാത്ര നടത്തിയത്. ഇന്നൊരു കൊല്ലം തികയുകയാണ്. മയക്കുമരുന്നിനെതിരെയും പെരുകുന്ന അക്രമത്തിനെതിരെയും വമ്പൻ ജനപങ്കാളിത്തത്തോടെയാണ് SKN40 എന്നുള്ള പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. എൻ്റെ മാധ്യമ ജീവിതത്തിലെ 40 കൊല്ലം പൂർത്തിയാക്കുന്ന വേളയിലാണ് നമ്മൾ ഈ യാത്ര നടത്തിയത്. എന്നാൽ ഈ യാത്ര നടത്തിയതിനു ശേഷമാണ് ചില പൊള്ളുന്ന സത്യങ്ങൾ നമുക്ക് മനസ്സിലായത്. കേരളത്തിലേക്ക് മയക്കുമരുന്നിൻ്റെയും MDMA-യുടെയൊക്കെ പ്രവാഹമാണ് എന്നുള്ള കാര്യം. അപ്പോൾ SKN40 ഒരു വർഷം പിന്നിടുമ്പോൾ ഈ ഒരു വർഷം പിന്നിടുന്ന ഈ വേളയിൽ നമ്മൾ പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. അതും ഒരു പോരാട്ടമാണ്. SKN41 ക്ലീൻ കേരള ക്ലീൻ. കേരളത്തെ ടോട്ടലി അടിമുടി ക്ലീൻ ചെയ്യാനുള്ള ഒരു ബഹുമുഖ പദ്ധതി 3 കൊല്ലം നീളുന്ന ഒരു പദ്ധതിയുമായി നമ്മൾ വരുന്നു. SKN41 ക്ലീൻ കേരള ക്ലീൻ. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് തികച്ച വേളയിലാണ് SKN40 അരുത് അക്രമം അരുത് ലഹരി ജനജാഗ്രത കേരളയാത്ര സംഘടിപ്പിച്ചത്. 2025 മാർച്ച് 16 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്ര 14 ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ 20 കോഴിക്കോട് ബീച്ചിൽ ജനലക്ഷങ്ങളുടെ സാന്നിധ്യത്തിലാണ് സമാപിച്ചത്. കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ലഭിച്ച രഹസ്യ വിവരങ്ങളടങ്ങിയ സമഗ്ര അന്വേഷണ റിപ്പോർട്ട് യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന് ആർ ശ്രീകണ്ഠൻ നായർ കൈമാറിയിരുന്നു. 24ന്റെ റിപ്പോർട്ട് സർക്കാർ വിശദമായി ചർച്ച ചെയ്യുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. മയക്കുമരുന്ന് ശൃംഖലയിലെ പലരും നിയമത്തിന്റെ പിടിയിലായി. അറസ്റ്റുകൾ ഇപ്പോഴും തുടരുകയാണ്. SKNന്റെ കേരള യാത്രയോടനുബന്ധിച്ച് നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും കണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് 24ന്റെ ഇടപെടൽ വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ 40 സർക്കാർ വിദ്യാലയങ്ങളിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുമെന്നും ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രഖ്യാപനവും 24 യാഥാർത്ഥ്യമാക്കി. വിദ്യാലയങ്ങളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം ചെറുക്കുന്നതിനായി SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയ എന്ന പേരിൽ 1 വർഷം നീളുന്ന പ്രചാരണ പരിപാടികൾക്ക് 24 തുടക്കമിട്ടു. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ചാനൽ 1 വർഷം നീളുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. SKN40യുടെ വൻ വിജയത്തിന് ശേഷം SKN41 എന്ന പേരിൽ 24 മറ്റൊരു പോരാട്ടത്തിനു കൂടി ഇപ്പോൾ തുടക്കമിടുകയാണ്. SKN41 ക്ലീൻ കേരള ക്ലീൻ എന്ന പേരിലാണ് 24ന്റെ പുതിയ ദൗത്യം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നാടും നഗരവും മാലിന്യമുക്തമാകട്ടെ. റിസർച്ച് ഡെസ്ക് 24. SKN41 എന്തൊക്കെയായിരിക്കും നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് വളരെ വൈകാതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാം. SKN40യിൽ പങ്കെടുത്ത വലിയ ദൗത്യം സ്വന്തം നെഞ്ചിലേറ്റി എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.